സോ നമ്മുടെ ടൈപ്പ് 2 ഹൈപ്പർ സെൻസിറ്റിവിറ്റിയിലെ ഏറ്റവും കോമൺ ആയിട്ടുള്ളൊരു പാത്വേ ആണ് ഹീമോലൈറ്റിക് ഡിസീസ് ഓഫ് ന്യൂ ബോൺ. അതായത് ഈ ഒരു മെക്കാനിസത്തിൽ ടൈപ്പ് 2 ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഇൻവോൾവ് ആണ്. ആൻഡ് ഇവിടെ RH ആന്റിജൻസ് ഇവിടെ ഇൻവോൾവ് ആണ്. സോ ഇവിടുത്തെ കേസ് എന്തെന്ന് വെച്ചാൽ മദർ വിത്ത് RH നെഗറ്റീവ്. അപ്പോൾ RH നെഗറ്റീവ് ആയിട്ടുള്ള മദറും ആൻഡ് RH പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീറ്റസും സോ ഇവര് രണ്ടുപേരും കൂടെ വരുമ്പോൾ ഫോം ചെയ്യുന്ന ഒരു ഡിസീസ് ദാറ്റ് ഈസ് കോൾഡ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്. ഓക്കെ, ഒരു ഹീമോലൈറ്റിക് ഡിസീസ് ഓഫ് ന്യൂബോൺ ആണ് കോസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് കോൾഡ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്. ഇതെന്താ പ്രൊസീജിയർ എന്ന് പറയുന്നത്? RH ആന്റിജൻ, അപ്പോൾ ഫസ്റ്റ് പ്രഗ്നൻസിയുടെ ടൈമിൽ RH നെഗറ്റീവ് മദറിലേക്ക് RH പോസിറ്റീവിന്റെ RBC എത്തും. ആൻഡ് ഇവിടെ അവർ അതിനെതിരെയുള്ള ആന്റിബോഡീസ് ക്രിയേറ്റ് ചെയ്യും. ആൻഡ് ഡ്യൂറിങ് ദ സെക്കൻഡ് പ്രഗ്നൻസി ആ ആന്റിബോഡീസ് ഫീറ്റസിലേക്ക് പോയി ആ ഫീറ്റസിൽ ഡെത്ത് കോസ് ചെയ്യും, അല്ലെങ്കിൽ എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ കോസ് ചെയ്യും. സോ അതാണ് ഒരു ബ്രീഫ് ആയിട്ടുള്ള പറയാൻ പറ്റുന്ന രീതി. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എങ്ങനെയാണ് RH പോസിറ്റീവ് ആയിട്ടുള്ള ആന്റിജൻ ഫീറ്റസിൽ നിന്ന് മദറിലേക്ക് പോണത്, എങ്ങനെ ആ ആന്റിബോഡി കുട്ടിയിലേക്ക് പോകുന്നു. സോ ലെറ്റ് us check it out. ഡ്യൂറിങ് ദ ഫസ്റ്റ് പ്രഗ്നൻസി മാറ്റേണൽ സർക്കുലേഷൻ ഉണ്ട്, ഫീറ്റസും ഉണ്ട്. അതിനെ കണക്ട് ചെയ്യുന്ന ഒരു സംഭവം പ്ലസന്റയാണ്. ഓക്കെ, സോ ഫസ്റ്റ് പ്രഗ്നൻസിയുടെ ടൈമില് പ്രഗ്നൻസിയുടെ സമയത്ത് പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. ഡെലിവറി ടൈം ആവുന്ന ടൈമില് ഫീറ്റസിൽ നിന്ന് കുറച്ച് ബ്ലഡ് മാറ്റേണൽ സർക്കുലേഷൻസിലേക്ക് പോകും. സോ ഫീറ്റസിനെ നമുക്കറിയാം ദാറ്റ് ഈസ് RH പോസിറ്റീവും മാറ്റേണൽ ദാറ്റ് ഈസ് മദറിൻ്റെ RH നെഗറ്റീവും ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ഫീറ്റസിന്റെ ബ്ലഡ് മാറ്റേണൽ സർക്കുലേഷൻസിലേക്ക് പോകുമ്പോൾ ഇവിടെ മാറ്റേണൽ സർക്കുലേഷൻസിലേക്ക് കുറച്ച് RH ആന്റിജൻസ് എത്തും, ഒരു RH ആന്റിജൻസ് എത്തും. ഓക്കെ, കുറച്ച് RH ആന്റിജൻസ് ഫീറ്റസിൽ നിന്ന് മദറിന്റെ സർക്കുലേഷൻസിലേക്ക് കിട്ടും. ആൻഡ് മദറിന്റെ സർക്കുലേഷൻസിൽ ആന്റിജൻസ് എത്തിയാൽ നമ്മുടെ ഓട്ടോമാറ്റിക് ആയിട്ട് മാറ്റേണൽ സർക്കുലേഷൻസിൽ അതിനെതിരെയുള്ള ആന്റിബോഡീസുകൾ ഫോം ചെയ്യും. ഓക്കെ, സോ മാറ്റേണൽ സർക്കുലേഷൻസിന് ഈ ആന്റിജൻസിന് എതിരെയുള്ള ആന്റിബോഡി ഫോം ചെയ്യാൻ പോവാണ്. സോ ദാറ്റ് ഈസ് RH സ്പെസിഫിക് ആയിട്ടുള്ള B സെൽസ് ഫോം ചെയ്യും. ഫസ്റ്റ് ഓഫ് ഓൾ B സെൽസിൽ നിന്നാണല്ലോ ആന്റിബോഡി ഫോം ചെയ്യേണ്ടത്. സോ RH സ്പെസിഫിക് ആയിട്ടുള്ള B സെൽസ് ഫോം ചെയ്യും. അത് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു പ്ലാസ്മ സെൽസ് ആൻഡ് മെമ്മറി സെൽസ്. അപ്പോൾ പ്ലാസ്മ സെൽസും ഫോം ചെയ്യും, മെമ്മറി സെൽസും ഫോം ചെയ്യും. ഓക്കെ, ഈ പ്ലാസ്മ സെൽസുകളിൽ നിന്ന് നമ്മുടെ ഫസ്റ്റ് ഫോം ചെയ്യുന്ന ആന്റിബോഡി വിച്ച് ഇസ് കോൾഡ് IgM. അത് നമുക്കെല്ലാം അറിയാം. IgM ആന്റിബോഡീസ് ആണ് ഫസ്റ്റ് ഫോം ചെയ്യുന്ന ആന്റിബോഡി. ഒരു ഫസ്റ്റ് ആന്റിജൻ നമ്മുടെ ബോഡി കയറി കഴിഞ്ഞാൽ ആ ആന്റിജൻസിനെതിരെ IgM ആന്റിബോഡീസ് ആണ് നമ്മുടെ ബോഡി ഫസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ സെയിം ആന്റിജൻ ഇഫ് എൻറ്റേഴ്സ് ഫോർ ദ സെക്കൻഡ് ടൈം നമ്മുടെ മെമ്മറി സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആന്റിബോഡി വിച്ച് ഇസ് കോൾഡ് IgG ആയിരിക്കും. സോ IgG ആന്റിബോഡി അവിടെ നമുക്ക് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഫോർ ദ സെക്കൻഡ് ഇൻഫെക്ഷൻ. ഫോർ ദ സെക്കൻഡ് ടൈം ഇപ്പൊ സെയിം ആന്റിജൻ സെക്കൻഡ് ടൈം എൻ്റർ ചെയ്യുവാണെങ്കിൽ മെമ്മറി സെൽസ് സൂക്ഷിച്ചു വെച്ച IgG ആന്റിബോഡീസ് ആയിരിക്കും എത്തുന്നത്. ഇസ് ദാറ്റ് ക്ലിയർ? സോ പ്ലാസ്മ സെൽസ് ഫസ്റ്റ് ഫോം ചെയ്യുന്ന ആന്റിബോഡി ദാറ്റ് ഈസ് IgM. പക്ഷേ ഇഫ് ദ സെയിം ആന്റിജൻ എൻറ്റേഴ്സ് ഫോർ ദ സെക്കൻഡ് ടൈം നമ്മുടെ മെമ്മറി സെൽസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് IgG ആന്റിബോഡിയാണ്. ബിക്കോസ് അതായിരിക്കും കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ടുള്ള ആന്റിബോഡി. ഓക്കെ, സോ ദിസ് IgM ആന്റിബോഡീസ് എന്ത് ചെയ്യും? അവര് കയറി വന്ന RH ആന്റിജൻസിനെ, ഇവിടെ നമ്മുടെ ബോഡിക്കകത്ത് RH ആന്റിജൻസ്, സോ മാറ്റേണൽ സർക്കുലേഷൻസിൽ RH ആന്റിജൻസ് കയറിയിട്ടുണ്ടാവും. ഈ RH ആന്റിജൻസുകളെ ഈ ആന്റിബോഡീസ് കിൽ ചെയ്യും. ദിസ് ഇസ് IgM ആന്റിബോഡി. സോ ഈ IgM ആന്റിബോഡി RH ആന്റിജൻസിനെ കിൽ ചെയ്യും. പക്ഷേ ഡ്യൂറിങ് ദ സെക്കൻഡ് പ്രഗ്നൻസി നോക്കാം. So during the second pregnancy,
എന്താ സംഭവിക്കണേ നോക്കാം. അപ്പൊ നമ്മുടെ സെൽസിന്റെ മാറ്റർണൽ സർക്കുലേഷൻസിൽ ഇപ്പോൾ IgG ആന്റിബോഡീസ് പ്രസന്റഡ് ആണ്. ബിക്കോസ് IgM ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്ത് ഇപ്പൊ IgG ആന്റിബോഡി മെമ്മറി സെൽസിൽ ഇപ്പൊ ഇരിപ്പുണ്ട്. ഈ ഒരു ടൈമിലാണ് സെക്കൻഡ് പ്രഗ്നൻസി നടക്കുന്നത്. ആൻഡ് ദ സെയിം RH പോസിറ്റീവ് RH പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീറ്റസ് ആണ് ഫോം ചെയ്തേക്കുന്നത്. ആൻഡ് ആ RH പോസിറ്റീവ് ഫീറ്റസിനെതിരെ ഇപ്പൊ ഈ RH പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീറ്റസ് ആണ് ഉണ്ടായിരിക്കണമെങ്കിൽ, സോ RH പോസിറ്റീവ് ഫീച്ചേഴ്സ് ആണ് ഇപ്പോൾ ഫോം ചെയ്തേക്കണമെങ്കിൽ IgM ആന്റിബോഡീസ് ഓൾറെഡി RH ആന്റിജൻസിനെ കിൽ ചെയ്തു. പക്ഷെ വൺ മോർ തിങ് ഐ ഹാവ് ടു സേ യു ദാറ്റ് IgM ആന്റിബോഡീസിന്റെ ഒരു പ്രത്യേകത, അവർക്ക് പ്ലസന്റ ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് IgM ആന്റിബോഡീസിനെ ഫീറ്റസിന് പേടിക്കേണ്ട ആവശ്യമില്ല. വൺ മോർ ടൈം, IgM ആന്റിബോഡീസ് എന്ന് പറയുന്നവർക്ക് പ്ലസന്റ ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് അതുകൊണ്ട് തന്നെ ഫീറ്റസിന് IgMനെ പേടിക്കണ്ട. പക്ഷെ IgG ക്യാൻ ക്ലോസ് ദ പ്ലസന്റ. ദ വൺ ആൻഡ് വൺ ആന്റിബോഡി വിച്ച് ക്യാൻ ക്ലോസ് ദ പ്ലസന്റ എന്ന് പറയുന്നത് IgG ആണ്. അപ്പൊ അവന് പ്ലസന്റ ക്ലോസ് ചെയ്യാൻ പറ്റും. സോ സെക്കൻഡ് ടൈം RH പോസിറ്റീവ് ഫീച്ചേഴ്സിന്റെ അടുത്തേക്ക് IgG ആന്റിബോഡീസ് പോകും. ഓക്കെ, ഈ IgG ആന്റിബോഡീസ് ഫീറ്റസിലേക്ക് പോകും ആൻഡ് റിസൾട്ട് ഇൻ ദ കണ്ടീഷൻ ദാറ്റ് ഈസ് എരിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്. എരിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ ഫോം ചെയ്യും. വൺ മോർ ടൈം ഞാൻ പറയാം. സോ ഫസ്റ്റ് പ്രഗ്നൻസിയുടെ ടൈമിൽ RH പോസിറ്റീവ് ആയിട്ടുള്ള ഫീറ്റസ് ഉണ്ടായി, RH നെഗറ്റീവ് ആയിട്ടുള്ള മദർ. ഈ ഒരു കേസാണ് നമ്മൾ പറയുന്നത്. അപ്പൊ RH പോസിറ്റീവ് ഫീറ്റസിൽ നിന്ന് ബ്ലഡ് പ്ലസന്റ, നമ്മൾ പ്രഗ്നൻസി ടൈമിൽ പ്രോബ്ലം ഉണ്ടാവില്ല, പക്ഷെ ഡെലിവറി ടൈമിൽ പ്ലസന്റ ചേഞ്ച് ചെയ്യുന്ന ടൈമിൽ ഫീറ്റസിന്റെ ബ്ലഡും മദറിന്റെ ബ്ലഡും മിക്സ് ആവാനുള്ള കണ്ടീഷൻ ഉണ്ട്. ഈ ഒരു ടൈമിൽ RH ആന്റിജൻസ് ബ്ലഡിലേക്ക് കടക്കും, മാറ്റർണൽ സർക്കുലേഷൻസിലേക്ക് കടക്കും. ആൻഡ് ആ ആന്റിജൻസിനെതിരെ നമ്മുടെ RH സ്പെസിഫിക് B സെൽസ് ഫോം ചെയ്യും. ദാറ്റ് അങ്ങനെ ഫോം ചെയ്ത B സെൽസ് ഡിഫറൻഷിയേറ്റഡ് ഇൻറ്റു പ്ലാസ്മ സെൽസ് ആൻഡ് മെമ്മറി സെൽസ്. പ്ലാസ്മ സെൽസ് IgM ഫോം ചെയ്യും, IgM ആന്റിബോഡി ഫോം ചെയ്യും. ആൻഡ് ദിസ് IgM ആന്റിബോഡി ഡയറക്ട്ലി ഗോ ആൻഡ് കിൽസ് ദ RH ആന്റിജൻസ്. ഓക്കെ, ഇപ്പം നമ്മുടെ മാറ്റർണൽ സർക്കുലേഷനകത്ത് ഇപ്പം ആന്റിജൻസ് ഇല്ല. ഈ ഒരു കേസിൽ നമ്മുടെ മെമ്മറി സെൽസ് IgG ആന്റിബോഡി ഫോം ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഫോർ ദ നെക്സ്റ്റ് ടൈം കയറി കഴിഞ്ഞാൽ അവിടെ ഫൈറ്റ് ചെയ്യാനുള്ള IgG ആന്റിബോഡി ആയിരിക്കും. And this IgM cannot cross the placenta. So the second pregnancy same type of fetus ആണ് ഫോം ചെയ്തേക്കുന്നത്, RH പോസിറ്റീവ് തന്നെയാണ്. അപ്പോൾ ഈ IgG ആന്റിബോഡീസസ് പ്ലസന്റ ക്രോസ് ചെയ്യാൻ എബിലിറ്റി ഉള്ളവരാണ്. ആൻഡ് അത് ക്രോസ് ചെയ്ത് ഫോം എ കേസ് കോൾഡ് എരിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്. സോ ഇതിനെതിരെ നമുക്ക് ഡെലിവറി, അതായത് പ്രഗ്നൻസി ടൈമിൽ തന്നെ രോഗം എന്ന് പറഞ്ഞൊരു ആന്റിബോഡി, ദാറ്റ് ഈസ് എ ആന്റിബോഡിയാണ് രോഗം. സോ ഈ രോഗം ആന്റിബോഡി വിച്ച് ക്യാൻ ഗിവൺ ടു മദർ. അപ്പൊ അങ്ങനെ ഒരു ആന്റിബോഡി മദറിന് കൊടുത്തു കഴിഞ്ഞാൽ ഈ RH ആന്റിജൻസിനെ ഇത് വന്ന് കിൽ ചെയ്തോളൂ. അപ്പൊ അവിടെ B സെൽ ഫോർമേഷൻ നടക്കത്തില്ല, പ്ലാസ്മ സെൽസ് മെമ്മറി സെൽസിന്റെ ഫോർമേഷൻ ഉണ്ടാവില്ല. സോ ദാറ്റ് ഇസ് എ പ്രിക്കോഷൻ വി ഹാവ് ടു ടേക്ക്. The doctors will be given a antibody called Yogam. Thank you for watching and bye guys.